3 പേരോ 4 പേരോ ഉണ്ടായിരിക്കണം. അത് എടുത്ത് മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. കാരണം പോലീസുകാർ ആദ്യം മാറ്റിയിട്ട് വീണ്ടും അവരിവിടെ തന്നെ ഒളിഞ്ഞു നിന്ന് വീണ്ടും എടുത്ത് വെച്ചില്ലേ. ഈ പ്രദേശത്ത് മദ്യപാന സംഘങ്ങൾ അങ്ങനെ സാമൂഹ്യ വിരുദ്ധരുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിവിടെ ഉള്ള പിള്ളേർ ആളുകളല്ല. ഇത് മനഃപൂർവ്വം വണ്ടി മറിക്കാനെങ്ങാണ്ട് അട്ടിമറിക്ക് വേണ്ടിയുള്ളത് ചെയ്തതാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്കിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്നലെ രാത്രിയാണ് ആദ്യത്തെ പോസ്റ്റ് റെയിൽവേ ലൈനിൻ്റെ കുറുകെ കണ്ടത്. അപ്പോൾ യാദൃശ്യമായ പെട്രോളിംഗ് നടത്തുന്ന എഴുകോൺ പോലീസാണ് അത് വന്ന് എടുത്ത് മാറ്റി. അതിനുശേഷമാണ് രണ്ടാമത് വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്ത് മാറ്റിയെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നൈറ്റ് വന്ന പോലീസ് നടത്തേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ അവർക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് തോന്നാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അട്ടിമറിക്ക് വേണ്ടി ഒരു 3:30 മണിയോടുകൂടി തന്നെ പാലരുവി എക്സ്പ്രസ് ഇതിലെ കൂടി കടന്നു പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അട്ടിമറിക്കാണ്. ആദ്യം ഒരു തവണ അവരൊരു പരിശ്രമം നടത്തി, അത് പോലീസ് വന്ന് പരാജയപ്പെടുത്തുന്നു. വീണ്ടും ആ പരിശ്രമം നടത്തിയ വ്യക്തികളെ സംബന്ധിച്ച് അവരിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് വീണ്ടും ആ പരിശ്രമം നടത്തുകയും അതും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കേവലം 2-3 വ്യക്തികൾ മാത്രമാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് നമുക്കറിയാം, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ നടപ്പിലാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ, അത് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ ഇന്ന് വരെ കാണാത്ത നിലയിലുള്ള വികസന പദ്ധതികളാണ് കൊല്ലം ജില്ലയിലടക്കം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വിരളി പൂണ്ട അല്ലെങ്കിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ചില അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധമുള്ള ചില സംഘടനകൾ ബോധപൂർവം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില അട്ടിമറി ശ്രമങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചുമൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു കേവലം ഒരു സാധാരണ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ലോക്കൽ പോലീസ് മാത്രം അന്വേഷിച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. ഇത് ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്.